കേരളം ഒരിക്കൽ കൂടി ഒരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. CPM-നോട് പോരടിച്ച് നിലമ്പൂരിലെ MLA സ്ഥാനം അൻവർ രാജിവെച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജൂൺ 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അൻവർ തന്നെയാണ് ഇതിന് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്നും UDF-ന് പിന്തുണ നൽകും എന്നും അൻവർ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ താൻ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശവും അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരാണ് അൻവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ പതിറ്റാണ്ടുകളോളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സര രംഗത്ത് തന്നെയുണ്ട്. 2016-ൽ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് അൻവർ ആദ്യമായി നിലമ്പൂരിൽ നിന്ന് വിജയിക്കുന്നത്. 2021-ൽ ഷൗക്കത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇത്തവണ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വത്തിനായി കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അൻവർ തുടക്കം മുതലേ സ്വീകരിച്ചു വരുന്നത്. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിക്കാനും അൻവർ തയ്യാറായിട്ടുണ്ടായിരുന്നു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്ക് മലയോര മേഖലയുമായി ബന്ധമുണ്ടായിരിക്കണമെന്നും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുന്ന ആളാണ് ജോയി എന്നുമാണ് അൻവർ പറയുന്നത്. അതേസമയം കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. കുത്തകയായി കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കോൺഗ്രസിന് ഇപ്പോഴുള്ളത്. അതിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. തങ്ങളിൽ നിന്ന് മണ്ഡലം തട്ടിയെടുത്ത സ്ഥാനാർത്ഥി ഇപ്പോൾ തങ്ങൾക്കൊപ്പമാണ് എന്നതാണ് UDF-ന് അനുകൂലമായി അവർ പറയുന്നത്. മാത്രമല്ല നിലമ്പൂരിൽ വിജയിക്കാനായാൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനായി എന്നുള്ള നേട്ടവും UDF-ന് അവകാശപ്പെടാൻ സാധിക്കും. 2019-ലും 2024-ലും നടന്ന വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വൻ ഭൂരിപക്ഷം സമ്മാനിച്ച മണ്ഡലമാണിത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വയനാട് മണ്ഡലത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. അതേസമയം മറുവശത്ത് CPM-നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടം തന്നെയാണ്. കോൺഗ്രസ് കുത്തക പൊളിച്ചത് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ബലമായാണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവല്ല എന്ന് തെളിയിക്കാൻ CPM-ന് നിലമ്പൂരിൽ ജയിച്ച് അത് തെളിയിക്കാൻ സാധിക്കും. കേരള രാഷ്ട്രീയത്തിൽ അൻവർ എഫക്ട് ഇല്ല എന്ന് ചേലക്കരയിലെ വിജയത്തിലൂടെ തെളിയിച്ചു എന്നാണ് CPM പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കണമെങ്കിൽ CPM-ന് നിലമ്പൂരിൽ ജയിക്കുക എന്നത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. മുൻകാലങ്ങളിലേതുപോലെ സ്വതന്ത്രനെ തന്നെ CPM നിർത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുമുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വരാജ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് വരികയുമാണ്. 2020-ൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോത്തുകൽ, അമരമ്പലം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയിൽ LDF-ന് ഒപ്പം തന്നെയായിരുന്നു. വഴിക്കടവ്, മുത്തേടം, എടക്കര, ചുങ്കത്തറ, കരുളായി എന്ന 5 പഞ്ചായത്തുകളിൽ UDF ഭരണമാണ് ഉള്ളത്.